കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 321 ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ഇതിന്റെ എല്ലാത്തിനെയും കാരണം ആ കിങ് ആണ്. അവൻ കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു ലെജൻഡറി ടീമൻ, ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ്, അതൊന്നും പോരഞ്ഞിട്ട് ഡെവിൾസിന്റെ തന്നെ രാജാവാണ് എന്റെ കൺമുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇവിടെ കിടന്ന് ഉറപ്പായിട്ട് മരിക്കും. എങ്ങനെ ഇവനെ ഡിഫീറ്റ് ചെയ്യാനാ? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ലെന്ന് എന്റെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇവരെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു നമ്മുടെ സേക്ക് ചോദിക്കുന്നുണ്ട്. ലൂസിഫറൊക്കെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പുള്ളിക്കാരൻ വളരെ ഇങ്ങനെ വിചിത്രമായിരുന്നുണ്ട് പറയുന്നുണ്ട്, നീ മര്യാദക്ക് അവൻ എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് അടുത്ത സെക്കൻഡ് യൂണോടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ലൂസിഫർ യൂണോനെ അറ്റാക്ക് ചെയ്യും. വളരെയധികം പവർഫുൾ ഒരു അറ്റാക്ക് ആയിരുന്നു അവിടെ സംഭവിച്ചത്. പക്ഷേ അവിടെ യൂണോ ഇല്ലായിരുന്നു. അത് മാത്രമല്ലായിരുന്നു, ആ സ്ഥലം മുഴുവൻ തവിട് പൊടിയായിട്ട് മാറുന്നുണ്ട്. സേക്കിന്റെ മുമ്പിൽ പെട്ടെന്ന് മിമോസെ ആ സ്റ്റെം പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ലൂസിഫറുടെ പുറകിൽ നമ്മുടെ യൂണോ എത്തും. എന്നിട്ട് പുള്ളിയുടെ സോഡ് കൊണ്ട് നമ്മുടെ ലൂസിഫറിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഒരു കോണ്ടാക്ട് സൃഷ്ടിച്ചെങ്കിലും ലൂസിഫറുടെ ശരീരം നമ്മുടെ യൂണോയ്ക്ക് മുറിക്കാൻ സാധിച്ചില്ല. ഇവനെ വെച്ച് നോക്കാത്ത സെനോണൊന്നും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് ഡിഫറൻസ് ആണ്, മാജിക്കിന്റെ ഡിഫറൻസ്. എന്നാൽ വീണ്ടും നമ്മുടെ മറി ലിയോണ അവിടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മുടെ ലൂസിഫറുടെ മുഖത്ത് നോക്കി ഒരു അറ്റാക്കും ചെയ്യും. ലൂസിഫർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവളുടെ മാജിക് വീണ്ടും വീണ്ടും വളരുവാണല്ലോ. അപ്പൊ തന്നെ നമ്മുടെ മറി ലിയോണ പറയുന്നുണ്ട്, അടുത്ത വൈനും വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരു കോംബോ അറ്റാക്കിന് വേണ്ടി അങ്ങോട്ട് റെഡി ആകുവാണ്. ഈ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ നമ്മുടെ സേക്ക് മിമോസെ ആസ്റ്റേക്ക ഒരു ഗോളത്തിന്റെ അകത്താണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും അനങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇത് യൂണോയുടെ മാജിക് ആണോ? അതെങ്ങനെ ശരിയാകും? ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്തല്ലേ ചേർന്നത്. എന്നിട്ട് അവൻ അങ്ങനെ എത്ര സ്ട്രോങ്ങർ ആയിട്ട് മാറിയത്? അവന് ഒന്നാമത് 4 ലീഫ് ഗ്രിമോർ ഉണ്ട്. അതിന്റെ കൂടെ മറ്റൊരു ഗ്രിമോർ കിട്ടി. പിന്നെ ഇവൻ സ്പീഡ് കിട്ടുന്നതിൽ പ്രിൻസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവൻ ജനിക്കാൻ നേരത്തെ തന്നെ ഇങ്ങനെ ആയിരുന്നല്ലേ? ഇത് തന്നെയാണ് പറ്റിയ സമയം. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് ഇവളെയും പറ്റിച്ച് ഇവളുമായിട്ട് ഇവിടുന്ന് മുങ്ങാന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ മിമോസൊക്കെ സംസാരിക്കാൻ പോകും. നീ ഒരിക്കലും പേടിക്കണ്ട, എന്റെ പേരാണ് സേക്ക്. എന്നെ കിങ് തന്നെ അക്നോളജ് ചെയ്തതാണ്. അത് മാത്രമല്ലാതെ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ സമയത്ത് നമ്മുടെ മിമോസ ആസ്റ്റേനെ ഒന്ന് ഹീൽ ചെയ്തെടുക്കാനുള്ള തിരക്കിലായിരുന്നു. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുവാ കാണിക്കുന്നത്? ഇവനെ ഹീൽ ചെയ്തിട്ട് എന്ത് കാണിക്കാനാ? പറ്റുന്ന സമയത്ത് നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പോകും. ഇവള് ശരിക്കും മണ്ടിയാണോ? ഇവൾ എന്തുവാണ് കാണിക്കുന്നത്? ഇവളെന്നെ നോട്ടീസ് പോലും ചെയ്യുന്നില്ലല്ലോ. നീ കുറച്ച് നേരത്തെ ഒന്ന് മിണ്ടാതിരിക്കുവോ? ഞാൻ അവിടെ ചെയ്യുന്നതിനൊക്കെ കാണാമല്ലേ എന്ന് നമ്മുടെ മിമോസ ചോദിക്കുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് ആസ്റ്റേനും കൊണ്ട് ഇവിടുന്ന് ഓടി പോകണമെന്നുണ്ട്. പക്ഷെ ആസ്റ്റക്ക് അതല്ല വേണ്ടത്. ആസ്റ്റ അത് ഒരിക്കലും സമ്മതിക്കത്തുമില്ല. സേക്കിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അതേസമയം മിമോസ നമ്മുടെ ആസ്റ്റിനെ ഹീൽ ചെയ്യുവാണ്. സേക്കിന് ആസ്റ്റയോടുള്ള കുശുമ്പും കുന്നായ്മയെല്ലാം വീണ്ടും വീണ്ടും കൂടി കൂടി വരും. എനിക്കധികം മാജിക് ഒന്നുമില്ല, റിക്കവറി മാജിക്കും അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ തന്നെ പുള്ളിക്കാരുടെ മാജിക്ക് പതുക്കെ പതുക്കെ തീരാൻ തുടങ്ങും. ദൈവമേ, എന്റെ സ്പെല്ലൊക്കെ അൺഡൺ ആകുവാണല്ലോ. അവനായിട്ട് റിക്കവറി പോലും ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആസ്റ്റ് അവിടെ നിന്ന് എഴുന്നേക്കാണ്. പുള്ളിക്കാരനായിട്ട് ചോര കുടിച്ച് പുള്ളിക്കാരൻ കണ്ണ് പോലും തുറക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് മിമോസൊക്കെ നന്ദി പറയുന്നുണ്ട്. ആസ്റ്റ, ഫൈറ്റ് ചെയ്യേണ്ടടാ, നീ അങ്ങനത്തെ അവസ്ഥയിലല്ല, നിന്റെ ബോഡിയെ സമ്മതിക്കത്തില്ല, എന്തിനാണ് വെറുതെ? എന്നാൽ ഇതൊന്നും കേൾക്കാതെ തന്നെ പുള്ളിക്കാരന്റെ സോഡുമായിട്ട് ആ ഫൈറ്റ് നടക്കുന്ന അടുത്തേക്ക് നടന്ന് പോകുവാണ്. ആസ്റ്റ, ഈ പേടിക്കൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് 1 മിനിറ്റ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ് അവിടെ നടക്കും. ഇത് കാണാൻ നിർത്തി മിമോസ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആസ്റ്റ, ഞാൻ നിന്നോട് കെഞ്ചി പറയുവാണ്, ഈ ബാറ്റിൽ നീ മരിക്കില്ല. ലേക്കിന്റെ ശരീരമായിട്ട് നന്നായിട്ട് വിറക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തിനാടെ ഫൈറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്ത് പോയിന്റ് ഉണ്ട്? ഇവിടെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നിന്റെ ശരീരം നീ കണ്ട, നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാ ക്യാപ്റ്റൻസും അവനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? പിന്നെ നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നിന്റെ ഉള്ളിലൊരു ചെറിയ മാജിക്ക് പോലും ഇല്ല. അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നീ നിർത്തി പോടാ. ഇതെല്ലാം പറയുന്നിടത്ത് പുള്ളിക്കന്നെ മനസ്സിൽ നന്നായി റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം അവരിപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തിയത് ആസ്റ്റയുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നല്ല സ്ട്രോങ്ങർ ആയി മാറാഞ്ഞത്? ഇതേ സമയം ആസ്റ്റ പതുക്കെ നടന്ന് ആ ഫൈറ്റിന്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. അതേസമയം യൂണോനെ കാണുന്നുണ്ട് ആസ്റ്റ. എന്നിട്ട് പറയുന്നുണ്ട്, യൂണോ, ഞാൻ വന്നുകൊണ്ടിരിക്കുവാടാന്നും പറഞ്ഞുകൊണ്ട് ആസ്റ്റയ്ക്ക് നിൽക്കാൻ പോലും മേലാത്തൊരു അവസ്ഥയും കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.